So guys, episode 61. Lady. ബിഗ് ബോസിനകത്ത് എടി പൊടി എന്ന് വിളിക്കാൻ പാടില്ല എന്നുള്ളതാണ് അല്ലെ. നമ്മുടെ ഇന്നത്തെ വീഡിയോക്കകത്ത് ഞാനും അച്ചു മാത്രമല്ല, നമുക്ക് സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. വെൽക്കം ചേച്ചി. എടി നിനക്ക് ഇഷ്ടപ്പെട്ടോ ഇന്നത്തെ എപ്പിസോഡ്? ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ കാര്യം പറയാണ്, ഇന്നത്തെ എപ്പിസോഡിന്റെ റിവ്യൂ നമ്മൾ പറയുമ്പോഴത്തേക്ക് മേ ബി എന്റെ അഭിപ്രായം ആയിരിക്കില്ല, അച്ഛൻ്റെ അഭിപ്രായം ആയിരിക്കത്തില്ല, ദിയേച്ചിയുടെ അഭിപ്രായം, പിന്നെ ഇടക്ക് വേറൊരാളുടെ ഒളിഞ്ഞ വടിപ്പുണ്ട്. ഇഷ്ടപ്പെട്ടാ സീരത്തെ ഈ നമ്മള് പറയുന്ന മോശമാണ്, എന്നാലും കുട്ടികളുണ്ടെങ്കിൽ ചെവി പൊക്കിയേക്കുക. ഈ വിട്ടവളി അതായത് കയറി പിടിക്കുന്ന പരിപാടി ഉണ്ട്. ചില ആൾക്കാർ അങ്ങനെ ചെയ്യാറുണ്ട്. ഒരു വളി വിട്ട ആ വളിയുടെ പുറകെ പോകുന്ന കുറച്ച് ആൾക്കാരുണ്ട്. ആ കൂട്ടത്തിൽപ്പെട്ട ആളാണ് ലക്ഷ്മി. ഒന്നും കണ്ടില്ലെങ്കിലും മസ്താനൊരു ഇഷ്യൂവിനകത്ത് നമ്മൾ കണ്ട കാര്യമാണ്. ഇപ്പോൾ ഈ ഒരു ഞാൻ ഇത്രയും പറയുമ്പോഴത്തേക്കും നിങ്ങൾ ദയവ് ചെയ്ത് സിജോ വൃത്തികെട്ട കാര്യം വീഡിയോയിലൂടെ പറഞ്ഞെന്ന് പറയരുത്. കാരണം ലക്ഷ്മിനെ എനിക്ക് ഉപമിക്കാനായിട്ട് എനിക്ക് ഇതിലേക്കൊരു വേറൊരു വാക്ക് കിട്ടണില്ല. ബിക്കോസ് ഓൾറെഡി മസ്താനൊരു ഇഷ്യൂവിനകത്ത് കാണാത്തൊരു കാര്യം ലക്ഷ്മി പോയി പിടിച്ച് വൃത്തികെട്ട രീതിയിൽ അവതരിപ്പിച്ച് നമ്മൾ ഓൾറെഡി കണ്ടതാണ്. അത്രയും വലിയൊരു ഇഷ്യൂ ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഈ ബിന്നി ഷാനവാസിന്റെ ഫൈറ്റ് നടക്കുന്ന സമയത്ത് ലക്ഷ്മി അവിടെ ഇല്ല, പിക്ചറിനകത്തല്ല ചേച്ചി. അതെ, ആ മാവ് മാത്രം തല വന്നിരിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ ഞാൻ അതിനകത്ത് കംപ്ലീറ്റ്ലി ഷാനവാസിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഷാനവാസ് ചെയ്തത് മൊത്തം ശരിയാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ ലക്ഷ്മി ഈ കാണാത്തൊരു സംഗതി അവിടെ പോയിട്ട് കയറി പിടിച്ച് അതിനെ വലുതാക്കി ഇത്ര ഇഷ്യൂ ആക്കി. എന്നെ ഇടീന്ന് വിളിക്കരുത്. സി, ബിഗ് ബോസ് വരുമ്പോഴത്തേക്കും എടീന്നൊക്കെ വിളിക്കുന്നത് കേൾക്കേണ്ടി വരും. അല്ലാണ്ട് ലക്ഷ്മി, മോനെ, കുട്ട എന്ന് മാത്രം വിളിക്കാൻ പറ്റില്ല. ലാലേട്ടൻ വീക്കെൻഡ് വന്നിട്ട് മോളെ, മോനെ എന്നൊക്കെ വിളിക്കുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് ഹൗസിൽ എല്ലാരും വന്നിട്ട് ലക്ഷ്മിനെ ഓമനിപ്പിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കണേ, എമ്മാതിരത്തെ തെറിവിളിയുള്ള ഒരു സീസണാണ് ഈ സീസൺ. ഓൾറെഡി ഇതൊക്കെ കഴിഞ്ഞ് എടി പൊടിക്ക് അപ്പുറത്തേക്ക് ലാലേട്ടൻ ആരാ ഈ പറയുന്നത് ആയിട്ട് പെരുമാറുന്ന ഒരു സീസണിൽ എനിക്ക് പറയാൻ ശരിയാണ്, എനിക്ക് പറയാൻ അധികാരമില്ല. എന്നാലും സീസണെ സംബന്ധിച്ച് സംസാരിക്കില്ല, ഒരിക്കലില്ല. അപ്പം ഇത്രയും പെർഫോമൻസ് അതെ അല്ല ഇല്ല അത് ചെയ്തിട്ടില്ല. അപ്പൊ ഇത്രയും സീസണുകൾ എടുത്തിട്ടും നമ്മൾ അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ട് അങ്ങനെ ഒരു സീസണിൽ ഒരു എടിപോടിക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ പ്രകടനം മൊത്തം നമ്മൾ കണ്ടതെന്ന് വേണം പറയാൻ. അല്ല, ഈ തീർന്നില്ല അത്. അല്ല, എടിപോടിന്ന് വിളിക്കുന്നതാണോ ഏറ്റവും വലിയ പ്രശ്നം ലക്ഷ്മി പറയുന്നത് അല്ലേ? അങ്ങനെ എടിപോടിന്ന് വിളിക്കാൻ പാടില്ല. ഇപ്പൊ വീട്ടിൽ കയറ്റാൻ പറ്റില്ലെന്ന് പറയാം, കാണാത്ത കാര്യം ഒരു ആണിനെതിരെ കുറ്റമായിട്ട് പറയാം അല്ലെ, ഒരു പെണ്ണിനെ കയറി പിടിച്ചു എന്ന് പറയാം, അതിന് കുഴപ്പമില്ല. എടി പോടിന്ന് വിളിക്കാൻ പാടില്ലെന്നാണ് ലക്ഷ്മിയുടെ പക്ഷം. എന്നിട്ട് ആരും വിളിച്ചില്ലേ, ലാസ്റ്റ് വെറുതെ ഇരുന്ന് അക്ബറിനെ കൊണ്ട് പോടിന്ന് പറയിപ്പിച്ചു. വല്ല ആവശ്യം ഉണ്ടായിരുന്നു? അതാ പറഞ്ഞേ, ഭർത്താവ് മാത്രം എടിന്ന് വിളിച്ചാൽ മതി. സി, ബിഗ് ബോസ് ആകുമ്പോഴത്തേക്കും ഇതിനേക്കാൾ എടി പൊടിയൊന്നും അല്ല, വലിയ തെറിവരെ വിളിക്കും അവിടെ. ഇതൊക്കെ പ്രതീക്ഷിച്ചു കൊണ്ടാണ് അതൊരു പോകാനായിട്ട്. നേരത്തെ പറഞ്ഞു എല്ലാവരും പാമ്പർ ചെയ്യും വിചാരിച്ച് മാത്രം അതിനകത്ത് പോയിട്ട് കാര്യമില്ല. ഇനി ലക്ഷ്മിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടാവാം. അങ്ങനെയാണെങ്കിൽ ലക്ഷ്മി അവിടെ ആ മാതൃക കാണിക്കണം. എല്ലാവരോടും മാന്യമായിട്ട് പെരുമാറിയ ഒരു വ്യക്തി ആയിരുന്നെങ്കിൽ ലക്ഷ്മിക്ക് പറയാം, എന്നെ എടി പൊടിന്ന് വിളിക്കരുതെന്ന് പറയാം. അതിനിടക്ക് അനുമോള് വന്നിരുന്നിട്ട് അനുമോള് ജസ്റ്റ് ആയിട്ട് എവിടുന്നോ, അതായത് അല്ല, അനുമോള് നോക്കുമ്പോഴത്തേ അറിയോ, അയ്യോ ഞാൻ വീട്ടിലൊരു കണ്ടന്റോ. അതെ അതെ, അനുമോള് നോക്കുമ്പോഴത്തേക്കും ഈ ഒരു കണ്ടന്റ് വെറുതെ കിടന്ന് പുഴുക്കല്ലേ, ഓടിപ്പോയിട്ട് കണ്ടന്റ് പിടിക്കുകയാണ്. പക്ഷെ പാവം കേട്ടോ, ഷാനവാസ് ആണെങ്കിലേ അത് പറയരുത്, ഷാനവാസ് പുറകിൽ നടന്നെങ്കിൽ തുരത്തി കളഞ്ഞു. അല്ല, ഇതിനകത്തെ അനുമോളുടെ സംഭവം കേട്ടായിരുന്നു. അനുമോള് ഷാനവാസിനൊക്കെ പറഞ്ഞു വീട്ടിൽ പോയി ഭാര്യയുടെ വിളിക്കണമെന്ന് പറഞ്ഞു. വേറൊരു സംഭവം ഉണ്ട്, നിനക്ക് സീരിയലൊന്നും ഇല്ലാന്നിട്ട് വലിഞ്ഞേറി വന്നേരെന്ന് ചോദിച്ചു. അല്ല, അനുമോൾ എത്ര സിനിമയിൽ അഭിനയിച്ചു, അനുമോൾ എത്ര സീരിയലിനകത്ത് അഭിനയിച്ചു. ആ സ്റ്റാർ മാജിക്കിൽ ഇരുന്ന് അവിടെ ഇരുന്നുണ്ട് എല്ലാവരുടെയും കുണുവാ പരിപാടിയിൽ അനുമോൾ ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ കേമനൊന്നും അല്ല, പക്ഷെ ഒരാൾക്കെതിരെ ആരോപണം പറയുമ്പോഴത്തേക്കും ഷാനവാസ് എന്റെ വളരെ അടുത്ത സുഹൃത്താണ്. പക്ഷെ ഇന്നത്തെ ഷാനവാസിന്റെ പ്രകടനത്തിൽ ഷാനവാസിന് എന്ത് സംഭവിച്ചു എന്ന് എനിക്ക് ഭയങ്കര ഒരു ആശ്ചര്യം ഉണ്ടായിരുന്നു. കാരണം ഞാൻ ഇന്ന് ഉച്ചയ്ക്കൊക്കെ ലൈവ് ഒക്കെ കണ്ടായിരുന്നു. കുറെ പെട്ടെന്ന് ഒരു ഭയങ്കര ഒരു ഹൈപ്പർ വിഷയങ്ങളായിരുന്നു ഷാനവാസിന്റെ. അതിന്റെ ആക്ച്വലി ചേച്ചിക്ക് സംഭവം മനസ്സിലായത് ഫാമിലി വീക്ക് വന്നപ്പോഴത്തേക്കും ഷാനവാസിനും അനീഷിനും ഒരു കാര്യം മനസ്സിലായി, ഇവർക്ക് അത്യാവശ്യം നല്ല രീതിയിൽ സപ്പോർട്ട് ഉണ്ട്. ഇത് ഞാൻ ജെന്യൂൻ ആയിട്ട് പറഞ്ഞതാണ്. ഇത്ര നേരം നമ്മൾ ഷാനവാസിനെ അല്ലെങ്കിൽ അനീഷിനെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്. സ്റ്റിൽ ഇപ്പോഴും ഞാൻ സപ്പോർട്ട് ചെയ്യുന്നതാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഷാനവാസ് അനീഷിനെ തന്നെയാണ്. പക്ഷെ കാര്യം പറഞ്ഞിരിക്കാൻ പറ്റില്ല, ഈ ഫാമിലി വീക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇവർക്ക് ഈ സപ്പോർട്ട് മനസ്സിലായപ്പോഴത്തേക്കും
ഇവർക്ക് തന്നെ തോന്നലുണ്ടായി, ഇവർക്ക് തമ്മിൽ ഒരു കോമ്പറ്റീഷൻ ഉണ്ടായത് പോലെ തോന്നി. പക്ഷെ അനീഷ ഒരു സ്പേസിൽ നിന്നിട്ട് ഇതേപോലെ സംസാരിച്ച് സ്ക്രീൻ സ്പേസിൽ നിൽക്കുമായിരുന്നു. അപ്പം ഷാനവാസ് ആവശ്യങ്ങൾക്ക് മാത്രമായിരുന്നു അധികം സംസാരിച്ചിരുന്നത്. എനിക്ക് തോന്നുന്നു ഈ ഫസ്റ്റ് പൊസിഷൻ, സെക്കൻഡ് പൊസിഷൻ, വെളിയിലത്തെ ഈ ഒരു പ്രോഗ്രസിനെ പറ്റിയിട്ട് ഷാനവാസിന് ഇൻഫർമേഷൻ കിട്ടിയപ്പം അതിനെക്കാട്ടിലും ബെറ്റർ ഇതായിരിക്കും എന്ന് വെച്ചിട്ട് അനീഷിന്റെ ഒരു പാറ്റേൺ ഓഫ് ഗെയിം പോലെയും കൂടെ തോന്നി സംസാരിക്കുന്നത്. ഇന്ന് ഇപ്പൊ രാവിലെ അനീഷ് ബിന്നിക്കെതിരായിട്ട് ഫൈറ്റ് ഉണ്ടായി. അതായത് അനീഷ് അവിടുത്തെ മെയിൻ ക്യാപ്റ്റൻ ഒന്നും അല്ല, ബിന്നിയാണ് മെയിൻ ക്യാപ്റ്റൻ. പക്ഷെ അനീഷ് വന്നിട്ട് ബിന്നിക്കെതിരായിട്ട് ഈ ക്യാപ്റ്റൻസിയെ പറ്റി പറയുന്നു, അല്ലെങ്കിൽ പണി ചെയ്യാൻ പറ്റില്ലെന്ന് പറയുന്നു. അനീഷോട് ഓർഡർ ഇടുക. അനീഷ് ഒരു സൂപ്പർവൈസറിനെ പോലെയാണ് അനീഷ് പെരുമാറുന്നത്. നിങ്ങൾ അങ്ങനെ ചെയ്യൂ, നിങ്ങൾ ഇങ്ങനെ ചെയ്യൂ, അത് ചെയ്യൂ. ഇത് അനീഷ് ഇതിൽ കയറി പിടിച്ച് വലിയ ടോപ്പിക് ഉണ്ടാക്കും, വലിയൊരു വഴക്കുണ്ടാക്കും. അത് അനീഷ് ഇപ്പോഴാണ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയത്. അത് ഇപ്പൊ അനീഷ് നേരത്തെ പറഞ്ഞ ഒരു വാചകം പറഞ്ഞു, ഫാമിലി വന്നപ്പോഴത്തേക്ക് നിങ്ങൾ ആരും എന്നെ വേണ്ടത്ത രീതിയിൽ എന്നോടൊരു അവജ്ഞത കാണിച്ചു, ട്രീറ്റ് ചെയ്തില്ല. ചേച്ചി അവിടെ ഫാമിലി ആയിട്ട് പോയ ആളല്ലേ? ഞാനൊക്കെ അവിടെ പോയിട്ട് ശരിക്കും അനീഷിനോടൊക്കെ ഭയങ്കര സ്നേഹമായിരുന്നു. എനിക്ക് തോന്നുന്നു അനീഷൊക്കെ ഭയങ്കര നല്ല ക്യാരക്ടറാണ് കേട്ടോ. ശരിക്കും വീട്ടിലുള്ളൊക്കെ അനീഷ ട്രീറ്റ് ചെയ്തത് ഭയങ്കര രസമായിട്ടാണ്. വരൂ എന്നിട്ട് മര്യാദക്കാരനാണ്, എല്ലാ കാര്യം തരും. ഭയങ്കരമായിട്ട് ഇതാക്കിയ ഒരാള് പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞപ്പം നിങ്ങളെയൊക്കെ കുടുംബത്തിൽ നിന്ന് എല്ലാവരും ഒരുമിച്ചാ പറഞ്ഞത്. അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിച്ചു, അയ്യോ ഞാനൊക്കെ ചെന്നപ്പോ ഭയങ്കര നല്ല രീതിയിലാണല്ലോ ഇതാക്കിയത്. ഗെയിമിന്റെ പേരിലായിരിക്കാം ചിലപ്പോ റിയാക്ഷൻ ഇങ്ങനെ വന്നിട്ടുണ്ടാവുക. എന്നാലും നമ്മൾ കൺസിഡർ ചെയ്ത മനുഷ്യരാണല്ലോ, അവര് നമ്മളെയും കൺസിഡർ ചെയ്തു, ഞങ്ങൾ അവരെയും സ്നേഹിച്ചു. എന്നിട്ടാ തിരിച്ചു വന്നത്. ഞാൻ അതിനനുസരിച്ച് തന്നെ സംസാരിക്കും. ഇപ്പോഴും നല്ലൊരു ഗെയിമറാണ്. പക്ഷെ ഗെയിമിന് വേണ്ടിയാണെങ്കിൽ പോലും അങ്ങനെ പറയരുതായിരുന്നു. കാരണം കുടുംബം കൂടെ ഇൻക്ലൂസീവ് ആയിട്ടായിരുന്നു ആ സമയം. അല്ലാതെ അനീഷ് ടോപ്പിക് ആക്കിയതാണ്. കാരണം അനീഷിന് ഇപ്പൊ വേണ്ട ഗെയിം എന്നറിയോ, ഹൗസിലെ എല്ലാരും തനിക്കെതിരായിട്ട് സംസാരിക്കണം, എല്ലാരും തനിക്കെതിരാവണം, എന്നിട്ട് ഒറ്റക്ക് ഫൈറ്റ് ചെയ്യണം. അനീഷിനോട് നല്ല രീതിയിലാണ് പെരുമാറിയത്. അല്ല, പക്ഷെ അനീഷ് ഫാമിലി വന്ന് പോയല്ലോ. അതെ, ഇനി അനീഷ് അത് വിഷയമല്ല. ഫാമിലിയാണ് ഇതാക്കി വെച്ചത്. നിങ്ങൾ എല്ലാരും ഒറ്റപ്പെടുത്തി എന്ന് പറയുമ്പോഴും ഫാമിലി ഉൾപ്പെടെ ഒറ്റപ്പെടുത്തി എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റിലേക്ക്. പക്ഷെ അനീഷിന്റെ ടോപ്പിക് എന്താണെന്നറിയോ, ഫാമിലി വന്നു പോയി, അത് കഴിഞ്ഞു, ആ ടോപ്പിക് കഴിഞ്ഞു. ഇനി ഇവിടെ ഫാമിലി ഇല്ല. ഇനി എന്ത് ചെയ്യണം, ഈ ഹൗസിലുള്ള എല്ലാ ആൾക്കാരും എനിക്കെതിരാവണം, എനിക്ക് ഒറ്റക്ക് നിന്ന് എല്ലാവർക്കെതിരെ ഫൈറ്റ് ചെയ്യണം. അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് നമ്മൾ ഈ എപ്പിസോഡിന്റെ തുടക്കത്തില് ഷാനവാസ് വന്നിട്ട് അനീഷിന്റെ അടുത്ത് കിച്ചനെ വെച്ച് സംസാരിക്കുന്നുണ്ട്. അപ്പൊ അനീഷ് ആണെന്നുണ്ടെങ്കിൽ ഷാനവാസായിട്ട് അത്യാവശ്യം കമ്പനി ഉണ്ട് എങ്കിൽ തന്നെയും ഒരാഴ്ചക്ക് മുന്നേ നമ്മൾ കണ്ട സൗഹൃദം ഉണ്ടല്ലോ, ഇത് ഇരുവർക്കിടയിൽ ഒരു കോംബോ ഇല്ല. ആ കോംബോ അനീഷ് നൈസായിട്ട് മാറ്റി വെച്ചു. ഷാനവാസ് പഴയ പോലെ തന്നെ ടോം ആൻഡ് ജെറി പോലെ അത്യാവശ്യം തമാശയൊക്കെ പറഞ്ഞ് അനീഷിന്റെ അടുത്ത് നിന്ന് സംസാരിക്കുന്നുണ്ട്. പക്ഷെ അനീഷ് ഒറ്റക്ക് കളിക്കാൻ, കാരണം ഷാനവാസിന്റെ അടുത്ത് ഷാനവാസിന്റെ ഫാമിലി പറഞ്ഞു ഒറ്റക്ക് കളിക്കാൻ, അനീഷിന്റെ അടുത്തും പറഞ്ഞു ഒറ്റക്ക് കളിക്കാനായിട്ട്. അപ്പൊ അനീഷ് ഇത് മനസ്സിൽ വെച്ചിട്ട് തന്നെയാണ് ഷാനവാസ് അത്യാവശ്യം ഒന്ന് തമാശയൊക്കെ പറഞ്ഞ് വരുമ്പോഴത്തേക്ക് അനീഷ് എന്ത് ചെയ്യുന്നു, നൈസായിട്ട് അതിനെ ഇല്ല പറ്റില്ല എന്നുള്ള ആറ്റിറ്റ്യൂഡ് നിൽക്കുകയാണ്. ഈ ഇമോഷണത്തെ പറ്റിയൊക്കെ നെവിനായിട്ട് സംസാരിക്കുമ്പോഴും അനീഷിന്റെ ആറ്റിറ്റ്യൂഡിനകത്ത് ഒരു മാറ്റവും ഇല്ല. അപ്പൊ അനീഷിന്റെ ഇപ്പോഴത്തെ ടാർഗറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൗസിലുള്ള എല്ലാവരും തനിക്കെതിരായിട്ട് തിരിയണം, എന്നിട്ട് എനിക്ക് ഒറ്റക്ക് നിന്ന് എല്ലാവർക്കെതിരെ ആട്ടപ്പടലം ഫൈറ്റ് ചെയ്യണം. ഷാനവാസിന്റെ ഒരു രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാനവാസിന് അനീഷിന്റെ ഈ സ്ട്രാറ്റജി തന്നെ കുറച്ചുകൂടെ മാസ് വേണം. ആ മീശ പിരിയും. പിന്നെ ജയിലിൽ പോയ സമയത്ത് ഷാനവാസിന്റെ കാര്യം പറഞ്ഞിരുന്നു, ഞാൻ വേണമെങ്കിൽ എന്റെ മീശത്തോടെ വെക്കാം, നിങ്ങളാണെങ്കിൽ പിരിച്ചോ. അതായത് ഷാനവാസിന് ആ ഒരു മാസ് പരിപാടിയാണ് ഷാനവാസിന് ഇപ്പൊ വേണ്ടത്. ഇറ്റ്സ് ഫൈൻ, കാരണം അത് അവരുടെ ആ ഒരു സ്ട്രാറ്റജി. അല്ല, അതാ പറഞ്ഞത്, ഷാനവാസിന്റെ അനീഷിന്റെ സ്ട്രാറ്റജി പക്കയുടെ വർക്കൗട്ട് ആവുന്നുണ്ട്. കാരണം ഹൗസിലുള്ള എല്ലാവരും ഇവർക്കെതിരെ തിരിഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പൊ ഒന്നും വേണ്ട, ആദില നൂറ ഇവർ രണ്ടുപേരും ഏറ്റവും കൂടുതൽ ഷാനവാസിനെ സപ്പോർട്ട് ചെയ്തോണ്ടിരുന്നു. അല്ലെങ്കിൽ ലൈക്ക് ഒരു സിസ്റ്റർ ഫീൽ ആണ് അല്ലെ ഷാനവാസിന് അവരോട്. ഇന്ന് പക്ഷെ ഇന്ന് ഇതേ ആദിലയും നൂറ എന്ത് ചെയ്തേ ഷാനവാസിനെതിരായിട്ട്? നൂറ പറഞ്ഞത് മെയിൽ ഷോവിനിസ്റ്റ് എന്നാ പറഞ്ഞത്, ഷാനവാസിന് മെയിൽ ഷോ. ഇനി ഇപ്പൊ വിഷയം എന്നറിയോ, നാളെ ഇതേ ആദില നൂറ തന്നെ ഷാനവാസിന്റെ അടുത്ത് പോയി സംസാരിച്ച് ചേട്ടാ ഇക്കാന്ന് പറഞ്ഞ് ഇരിക്കുവാണെന്നുണ്ടെങ്കിൽ അത് ഇവർക്ക് ഭാര്യയായിട്ട് വരും. അല്ലെങ്കിൽ ഇവർ പറയണം, ചേട്ടാ നിങ്ങൾ ഈ ചെയ്യുന്നത് ശരിയല്ല. അതെ, അല്ലെങ്കിൽ പറഞ്ഞ പക്ക, പറഞ്ഞ ഓക്കെ, അത് പറയേണ്ടതാണ്. കാരണം ഇന്ന് ബിഗ് ബോസ് ആ ഒരു സാധനം എടുത്ത എപ്പിസോഡിൽ കാണിച്ചതിന്റെ റീസൺ എന്നറിയോ, നാളെ രാത്രി ഷാനവാസും ആദില നൂറയും തമ്മിൽ ഇരുന്ന് സംസാരിക്കുമ്പോ ഈ വിഷയം അവര് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഇവര് കാര്യം കാണാൻ നിൽക്കുന്ന ആൾക്കാരായിട്ട് ജനങ്ങൾക്ക് തോന്നും. അതുകൊണ്ടാണ് ബിഗ് ബോസ് ആ ഒരു ഫൂട്ടേജ് മാത്രം എടുത്തിട്ട് ഇന്ന് പ്രത്യേകിച്ച് എപ്പിസോഡിൽ കാണിച്ചത്. അല്ലെങ്കിൽ എപ്പിസോഡിൽ കാണിക്കേണ്ട ആവശ്യം അതിനകത്ത് ഉണ്ടായിരുന്നില്ല. അത് ബിഗ് ബോസിന്റെ ഒരു ഗെയിമാണ്. ആ ഗെയിം എന്തായാലും പിള്ളേർ മനസ്സിലാക്കി ആദിലയും നൂറയും. അപ്പോൾ അവിടെ ആദിലയും നൂറയും കൂടെ വേറെ കാര്യം കൂടെ പറയുന്നുണ്ട്, നാളെ അനുമോടൊരു മിസ്റ്റേക്ക് ചെയ്തെങ്കിൽ തന്നെയും ഒന്നും നോക്കരുത്, വെട്ടി തുറന്നങ്ങ് പറഞ്ഞേക്കണം. അത് കൃത്യമായിട്ട് പറയുന്നു. നന്നായി, വളരെ നല്ല കാര്യം. കാരണം ഞാൻ കാര്യം പറയാം, ആദിലയ്ക്കും നൂറയ്ക്കും ടോപ്പ് 5 എത്തണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര്
അനുമോൾക്കെതിരായിട്ടോ അല്ലെങ്കിൽ ഷാനവാസിനെതിരായിട്ടോ തെറ്റ് കാണുമ്പോഴെങ്കിലും മിനിമം തെറ്റ് കാണുമ്പോഴെങ്കിലും തുറന്ന് സംസാരിക്കണം. അല്ലാണ്ട് അനുമോൾ എന്ത് ചെയ്താലും നേരെ പോയി അനുമോളെ സപ്പോർട്ട് ചെയ്യുക, ഷാനവാസ് ചെയ്താൽ ഷാനവാസിനെ സപ്പോർട്ട് ചെയ്യുക. ആ പരിപാടി നിർത്തി കഴിഞ്ഞാൽ പിള്ളേർ കയറി അങ്ങ് ക്ലിക്കാവും, കത്തിക്കയറും. കാരണം ടോപ്പ് 5ലേക്ക് വേണമെങ്കിൽ 2 പേർക്ക് വേണമെങ്കിൽ കയറി പോവാം. പക്ഷേ ഇപ്പോഴത്തെ സ്ട്രാറ്റജി അനുസരിച്ചിട്ട് അവർ അനുമോളുടെ കൂടെ നിന്ന് മാത്രമാണ് ഗെയിം കളിക്കുന്നത്. ഷാനവാസിന്റെ അടുത്ത് പ്രത്യക്ഷത്തിലൊന്നും പറയുന്നുമില്ല. അത് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബെറ്റർ ആയിട്ട് വരും. ഇനി ഈ അക്ബറിന്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അക്ബർ സത്യം പറഞ്ഞ ഫാമിലി വീക്ക് കഴിഞ്ഞപ്പോഴത്തേക്ക് അക്ബർ ഭയങ്കരമായിട്ട് അവിടെ ഡൗൺ ആയിട്ടുണ്ട്. കാരണം അക്ബർ ഇങ്ങനെ ഒന്ന് കയറി വരുന്നേ ഇല്ല. അതെ, ലക്ഷ്മി ആണെന്നുണ്ടെങ്കിൽ ഇന്ന് മനസ്സിലായത്. പക്ഷെ ശരിക്കും അക്ബറിന്റെ വീട്ടിനകത്തുള്ളവരെ എല്ലാവരും യഥാർത്ഥത്തിൽ 2 ദിവസം കൊണ്ട് അറ്റാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് അക്ബറിന്റെ ഒരു ഗ്രാഫ് കൂടി എന്ന് എനിക്ക് മനസ്സിലാവും. പക്ഷെ അത് എപ്പിസോഡ് കാണുന്നില്ല. അല്ല, ബട്ട് അതാ അക്ബറിനെ പറ്റി മറ്റുള്ളവർ പറയുന്നതുണ്ട്. അത് വെച്ച് തന്നെ ഓഡിയൻസ് വിലയിരുത്തിയിട്ട് അക്ബറിന് ഒരു സ്വീകാര്യത കൊടുക്കും. പക്ഷെ ഇന്നത്തെ എപ്പിസോഡിനകത്ത് അക്ബർ സ്പേസ് കിട്ടി ലക്ഷ്മിക്കെതിരെ സംസാരിച്ചപ്പോഴത്തേക്ക് മാത്രമാണ് 2 ദിവസമായിട്ട് അക്ബർ ചർച്ചാ വിഷയമായി. മേ ബി ആയിരിക്കാം. പക്ഷെ എപ്പിസോഡിലുള്ള സ്പേസ് ഈ ഫാമിലി വീക്കിന് ശേഷം എപ്പിസോഡിലെ സ്പേസ് അക്ബറിന് കുറവാണ്, കുറഞ്ഞിട്ടുണ്ട്. അതെ, എനിക്ക് തോന്നുന്നു ലക്ഷ്മി ഈ കഴിഞ്ഞൊരു ആദില നോറയ്ക്കെതിരെ സംസാരിച്ചു, ഒണിയിലെതിരെ സംസാരിച്ച ഒരു അളിഞ്ഞ ടോപ്പിക് ഉണ്ടല്ലോ, അത് കഴിഞ്ഞിട്ട് ലക്ഷ്മിനെ ബീൻ ബാഗിൽ ബിഗ് ബോസ് ഒട്ടിച്ചു വെച്ചേക്കുകയായിരുന്നു. ഇന്നാണ് ആ പശ എനിക്കൊന്ന് ഇളകിപ്പോയത്. ലക്ഷ്മി ഇന്നാണ് ആ ബീൻ ബാഗിൽ നിന്ന് പശ ഇളകി എണീക്കുന്ന. ഇന്നാണ് അതിനകത്ത് സന്തോഷമുണ്ട്. നാളെ ബിഗ് ബോസ് ഇനിയിപ്പോ ഈ വീക്കെൻഡ് കഴിയുമ്പോഴത്തേക്കും വീണ്ടും ലക്ഷ്മി എന്ത് ചെയ്യും, ബീൻ ബാഗിലെ പശയെ കയറി ഒട്ടിപ്പിടിക്കും. അത് ഈ ബീൻ ബാഗിന്റെ സ്ട്രാറ്റജി അറിയോ? ലക്ഷ്മി പാവാടാ, ലക്ഷ്മി പാവാട കാണിക്കാം. ലക്ഷ്മി പാവാടയാണോ ഇനി വള്ളിയാണോ സാരിയാണോന്ന് എനിക്കറിയില്ല. പക്ഷെ ലക്ഷ്മിയുടെ ഗെയിം എന്തായാലും ലക്ഷ്മി വള്ളിയാണെന്ന് ഓൾറെഡി തെളിയിച്ച കാര്യമാണ്. അത് ഓൾറെഡി തെളിയിച്ചു കഴിഞ്ഞതാ. ലക്ഷ്മി നല്ല വള്ളിയാണ്. അതെ, അത് ഇന്നത്തെ എപ്പിസോഡിൽ വീണ്ടും തെളിയിക്കുന്നുണ്ട്. അതെ, ഈ ആഴ്ചത്തേക്കുള്ളല്ല, ഗ്രാൻഡ് ഫിനാലെ വരെ ഉള്ളത് ഞാൻ ഇട്ടിട്ടുണ്ട്. ലക്ഷ്മി ഭർത്താവിനെ അതിട്ട് കാണത്തില്ലേ, മറ്റേ ഭർത്താവും ലക്ഷ്മി കണ്ണിക്ക് നോക്കിട്ട് എന്ത് ചെയ്യാനാണ്? അതെ, ആരും വിളിക്കലെന്ന് പറഞ്ഞാലും കുഴപ്പമില്ല, എന്നെ ഭർത്താവ് മാത്രം ഡി എന്ന് വിളിച്ചാൽ മതി. എനിക്ക് അറിഞ്ഞുകൂടെ എന്താ ഞാൻ പറയണ്ട. അച്ഛനും വിളിക്കരുത്, അമ്മയും വിളിക്കരുത് ഡി എന്ന്. ലക്ഷ്മി മോളെ എന്ന് തന്നെ വിളിക്കണം. എന്താണ് ലക്ഷ്മിയുടെ ഉദ്ദേശം എനിക്ക് മനസ്സിലാവുന്നില്ല. ലക്ഷ്മി മോളെ എന്ന് വിളിക്കണം, ലക്ഷ്മി മോളെ എന്ന് വിളിക്കണം. ഓക്കെ, ലക്ഷ്മി അമ്മ വീട്ടിലോ അല്ല അച്ഛന്റെ വീട്ടിൽ വന്നു കയറിക്കുന്ന കൊച്ചാണ്. ബിബി വീട്ടിലാണ് വന്നു കയറിക്കുന്നോ ഇപ്പോഴും ആ ലക്ഷ്മിക്ക് ഇതൊരു ബോധ്യം വന്നിട്ടില്ല. യെസ്, ഇനി നമുക്ക് ലക്ഷ്മിനെ അടുത്ത എപ്പിസോഡിൽ ബാക്കി നോക്കാം. ഇനി ബാക്കിയുള്ള കാര്യങ്ങളെ പറ്റി അല്ലെങ്കിൽ ലാഗ് അടിക്കും. കഴിഞ്ഞ ദിവസം ലക്ഷ്മിയുടെ അമ്മ തന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് ലക്ഷ്മി കണ്ടിട്ടുണ്ട്. അല്ല, ഷാനവാസ് ജീലിച്ച സംഭവം അത് പറയുന്നുണ്ട് ലക്ഷ്മി എടുത്ത്. അതായത് നിന്റെ അമ്മ വീട്ടിൽ നിന്ന് വന്നിട്ട് സിറ്റൗട്ട് ഇരുത്താന്ന് പറഞ്ഞല്ലോ ഷാനവാസ് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് ലക്ഷ്മി സൈലന്റ് ആയി, പിന്നെ കുറച്ച് മിണ്ടുന്നില്ല, പിന്നെ വോയിസ് ഇല്ല, പിന്നെ എന്ത് ഒരു സ്റ്റക്ക് ആയിട്ട് കുറച്ച് കഴിഞ്ഞിട്ടാണ് എന്തെങ്കിലുമൊക്കെ സംസാരിക്കുന്നത്. ഞങ്ങളുടെ സെയിം DNA ആണല്ലോ, അതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല. ആ DNA അങ്ങനെ വരത്തുള്ളൂ. ഇനി വേറൊരു കാര്യം ഞാൻ പറയട്ടെ. ഈ ജയിൽ നോമിനേഷൻ അത് എനിക്കൊന്നും എല്ലാവർക്കും കണക്ട് ആവുമെന്ന് എനിക്കറിയില്ല. നന്നായിട്ട് പെർഫോം ചെയ്യുന്ന അനീഷിനെയും ഷാനവാസിനെ എടുത്ത് ജയിലിലിടും. ഓക്കെ, അവർ വെറുപ്പിച്ചുകൊണ്ടോ അവർ എല്ലാവർക്കും എതിരെ സംസാരിച്ചുകൊണ്ടാണ് 2 പേരെടുത്ത് ജയിലിലിട്ടെന്നുണ്ടെങ്കിൽ വിചാരിക്കാം, കുഴപ്പമില്ല. ക്യാപ്റ്റൻസി ഇത്രയും ബോധമില്ലാത്ത കുറെ എണ്ണങ്ങൾ അങ്ങനെ പറയുള്ളൂ. ഇത്രയും ബോധമില്ലാത്ത ഒന്നും ചെയ്യാണ്ട് കഴിഞ്ഞ ആഴ്ച ബീൻ ബാഗിനകത്ത് ഒട്ടിയിരുന്ന ലക്ഷ്മിനെ നോമിനേറ്റ് ചെയ്തിട്ട് പറയാണ് ലക്ഷ്മി ഇവിടെ ആക്റ്റീവ് അല്ല, ലക്ഷ്മി എന്തെങ്കിലും ഗെയിം കളിക്കട്ടെ, ലക്ഷ്മി ക്യാപ്റ്റനെ എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. അല്ല, ഞാൻ ചോദിക്കട്ടെ, എന്ത് കാര്യത്തിന്? അല്ല, ഇപ്പൊ ആദിലയാണോ കഴിഞ്ഞ ആഴ്ച അവിടെ ഏറ്റവും ഗെയിം കളിച്ചത്? ഒരിക്കലും അല്ല. ഞാൻ പറയട്ടെ, കൃത്യമായിട്ട് വിലയിരുത്തിക്കൊണ്ട് ജയിൽ നോമിനേഷൻ ആയിക്കോട്ടെ. അയ്യോ, ആരും ചെയ്യുന്നില്ല. കഴിഞ്ഞ ആഴ്ചയാണ് അനീഷിന്റെയും ആതിരയുടെയും കേസിൽ അവർക്ക് പെർഫെക്റ്റ് ആയിട്ട് ചെയ്തത് നോമിനേഷൻ. അല്ല, ജയിൽ നോമിനേഷൻ സാധനം ഇതുവരെയും ക്യാപ്റ്റൻസി ആയിക്കോട്ടെ അല്ലാത്ത നോമിനേഷൻസ് ആയിക്കോട്ടെ. അപ്പൊ നമ്മൾ ഇന്ന് മാത്രം ഇതിനകത്ത് അല്ല, ഈ സീസണിലെ ഏറ്റവും വലിയ കോമഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാപ്റ്റൻസി നോമിനേഷനാണ്. കാരണം നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മതി, ഒന്നും വേണ്ട, ലോജിക്കലി ചിന്തിച്ചാൽ മതി. ബുദ്ധി ഉണ്ടെങ്കിൽ ആരെങ്കിലും ആദിലേനെയും നമ്മുടെ ലക്ഷ്മിയെയും നോമിനേറ്റ് ചെയ്യുമോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. കാരണം ആദിലയും നൂറയും ഇവർ 2 പേരും നോമിനേഷനകത്ത് വന്നാലല്ലേ ഒരാളെങ്കിലും എവിക്റ്റാനുള്ള ചാൻസ് ഉള്ളൂ. ഇത് ആര് മനസ്സിലാക്കണം? ഹൗസ് മേറ്റ്സ് മനസ്സിലാക്കണം. നമുക്കിപ്പോ ചേച്ചിക്ക് ഇപ്പൊ ആദിലയും നൂറ് ഔട്ടായിരുന്നു ആഗ്രഹമുള്ളൂ, ശരിയല്ലേ? പക്ഷെ അവിടെ മത്സരാർത്ഥികൾ എന്താ ചിന്തിക്കേണ്ടത്? ആദിലയും നൂറയും നോമിനേഷനകത്ത് വന്നാലല്ലേ 2 പേരുടെ വോട്ട് സ്പ്ലിറ്റ് ആയി പോകത്തുള്ളൂ. അങ്ങനെ ചിന്തിച്ചിട്ടുള്ള ഒരു സാധനങ്ങൾ ഇതുവരെ നടന്നില്ല. അതാ ഞാൻ പറഞ്ഞത്. അല്ല, അതാ പറഞ്ഞ ബുദ്ധിയില്ല. ലക്ഷ്മി അവിടെ ഒരു ചക്കയും ചെയ്യാണ്ട് വെറുതെ ഒരു മൂലക്ക് മാറിയിരിക്കുക, ബീൻ ബാഗ് കുത്തിയിരിക്കുക.
ആ ലക്ഷ്മിനെ നോമിനേറ്റ് ക്യാപ്റ്റൻ ആയിക്കഴിഞ്ഞാൽ അവര് നോമിനേഷനകത്ത് ഉണ്ടാവത്തില്ല എന്നൊരു ബോധം വേണ്ടേ? വീക്കെൻഡ് ടാസ്കിൽ അവർക്ക് കൊടുത്ത ഗെയിം പോലും. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്താണ് അതിലെ ഡിസേർവ് എന്ന് പറയാൻ കാരണം ഇവർക്ക് അന്ന് ഞങ്ങൾ ചെന്ന സമയത്ത് കൊടുത്ത ടാസ്കേ ഒരു വല്ലാത്ത ടാസ്ക് ആയിരുന്നു. ഞങ്ങൾ എത്ര നേരം അവിടെ ഇരുന്നിട്ട് അല്ല ഈ ആഴ്ച ആദ്യം വന്നോട്ടെ ആതിരയുടെ കേസാണ് ഞാൻ പറഞ്ഞത്. അവർക്ക് കൊടുത്ത ടാസ്ക് എന്ന് പറഞ്ഞാൽ ആ തീപ്പെട്ടിയുടെ ഇത് ഭയങ്കര റിസ്ക് ആയിരുന്നടാ ചേച്ചി. അതൊക്കെ സമ്മതിച്ചു. പക്ഷെ ചേച്ചി കൊടുത്തിരുന്ന ടാസ്ക് മറ്റേ വെള്ളത്തിലിരുന്ന് ഊതി അവിടെ എത്തിക്കുന്നത് വളരെ സിമ്പിൾ ആയിരുന്നു. പിന്നെ ബീൻ ബാഗ് അത് സത്യം ലക്ഷ്മിയുടെ. അല്ല ഞാൻ അതുകൊണ്ടല്ല ഞാൻ പറയുന്നത് ചേച്ചി, ആര് ടാസ്ക് കളിച്ചു എന്നുള്ളതല്ല. ഈ അവിടെ ഉള്ള ഓരോ മത്സരാർത്ഥികൾ എന്താ ചെയ്യേണ്ടത്, എന്താ എതിരാളികൾ എല്ലാവരും പുറത്താവണം. ശരിയല്ലേ? ആദിലയും നൂറയും ഒരുമിച്ച് നോമിനേഷൻ എടുത്ത് വന്നു കഴിഞ്ഞാൽ വോട്ട് സ്പ്ലിറ്റ് ആയി പോകുന്നു. ഒരാൾ പുറത്തു പോകാനുള്ള ചാൻസ് ഹൈ ആണെന്ന് ഇവർക്ക് ബോധമില്ലേ? അപ്പൊ ഇവരെന്ത് ചെയ്യണം? ക്യാപ്റ്റൻസിലേക്ക് ആദിലയും നൂറിനെ നോമിനേറ്റ് ചെയ്യരുത്. രണ്ടുപേരും എന്ത് ചെയ്യണം? നോമിനേഷനകത്ത് വരണമെന്ന് ചിന്തിക്കണം. അവിടെ കമ്പാരിറ്റീവ്ലി ഒരു ഗെയിമും കളിക്കാത്ത ലക്ഷ്മിയിൽ എന്ത് ചെയ്യണം? നോമിനേഷനകത്ത് വരുത്തണം. ക്യാപ്റ്റൻസിലേക്ക് ഇടരുത്. അവിടെ ഏറ്റവും ഇപ്പം ഈ ആഴ്ച ഹൗസ് മേറ്റ്സ് വന്ന് വീട്ടുകാർ വന്ന് ഫാമിലി വന്നിട്ട് പുറത്തുള്ള സപ്പോർട്ട് കൃത്യമായിട്ട് മനസ്സിലായില്ലേ? അനീഷ് എന്തായാലും പുറത്തു പോകില്ല, ഷാനവാസ് എന്തായാലും പുറത്തു പോകാൻ പോകുന്നില്ല, അനുമോൾ എന്തായാലും പുറത്തു പോകാൻ പോകുന്നില്ല, അക്ബർ ഉടനെ പുറത്തു പോകാൻ പോകുന്നില്ല. ഇതൊക്കെ ഇവർക്ക് മനസ്സിലായെങ്കിൽ ഇവരിൽ ആരെങ്കിലും ക്യാപ്റ്റൻ ആയി കഴിഞ്ഞാൽ ഇവർക്ക് തന്നെ നേട്ടം. അതുപോലും മനസ്സിലാക്കാണ്ട് ഇതിലെ ക്യാപ്റ്റൻ ആവുന്ന ആൾക്കാർ ഇവർ നോമിനേറ്റ് ചെയ്യുമ്പോൾ ഇവര് പറയുന്ന റീസൺസ് ഉണ്ട്. ആ റീസൺ എങ്ങനെയാ? പണിയെടുക്കുന്നില്ല. ദുർഗുണ പരിഹാര പാഠശാലയാണോ? പണിയെടുപ്പിച്ച് പഠിച്ചിട്ട് ആൾക്കാരെ ചെയ്യാനായിട്ട് ഇതാ പറഞ്ഞേ. ഇല്ല, ഒരു ടാസ്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് കൊളവാക്കുന്നല്ലാണ്ട് ബിഗ് ബോസ് സീസൺ 7 ഇവർ എന്താണ് ചെയ്തോണ്ടിരിക്കുന്നത്? ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാറുമില്ല. ഈ ക്യാപ്റ്റൻസി ഇന്നത്തെ ക്യാപ്റ്റൻസി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ആരൊക്കെയാ വന്നേക്കുന്നത്? ആദില വന്നിട്ടുണ്ട്, ലക്ഷ്മി വന്നിട്ടുണ്ട്, ജിസീൽ വന്നിട്ടുണ്ട്. ജിസീൽ ഓൾറെഡി എവിക്റ്റ് ആയി. ഓക്കെ, അപ്പൊ പിന്നെ ഉള്ളത് എന്താ? ആദില ഓർ ലക്ഷ്മി. ലക്ഷ്മി ക്യാപ്റ്റൻ ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഒരാഴ്ച കൂടെ ലക്ഷ്മിക്ക് അവിടെ പിടിച്ചിരിക്കുക. അത് കഴിഞ്ഞിട്ട് ഈ സാബുമാൻ എന്ന് പറയുന്ന ഒരു മജീഷ്യൻ അവിടെ നിൽക്കുന്നതുകൊണ്ട് ഇത് എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഹോട്ട്സ്റ്റാറിൽ കൂടോത്രം ചെയ്താണോ തോന്നുന്നു സാബുമാൻ അത്ര കയറി പോയത്. കാരണം ഈ വോട്ടൊക്കെ എവിടുന്നാണോ വരുന്നത്? അല്ല, അത് കറക്റ്റായിട്ടാ. നമുക്ക് നല്ല രീതിയിലുള്ള ഷോർട്സ് എല്ലാം അല്ല, ഇതിനകത്ത് അടുത്ത ആഴ്ച ദേശിക്ക് പൊരിക്കാനുള്ള ആയിട്ടുണ്ട്. അടുത്ത ആഴ്ച ലക്ഷ്മിയെ തോപ്പിച്ച് അതിലെങ്ങനെ ക്യാപ്റ്റൻ ആയി കഴിഞ്ഞ് ഇവർക്ക് പൊളിക്കാനുള്ള വകുപ്പുണ്ട്. ഇതിനകത്ത് ഓരോ കാര്യങ്ങളും നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഹൗസ് മേറ്റ്സ് എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് നമുക്ക് തന്നെ തോന്നിപ്പോവും. ബോള് പറക്കാണ്ട് ഇടുന്ന എന്തെങ്കിലും ഒരു ടാസ്ക് കൊടുത്തിട്ട് ജയിക്കുക ചത്തല്ലേ? ഓ എന്റെ പൊന്നെ, ഒരു വീട് പണിതിട്ട് ഇതിലേക്ക് നുഴഞ്ഞു കയറുന്ന പറയുമ്പോഴത്തേക്ക് ലക്ഷ്മി ആദിലെ കയറി വീഴണമെങ്കിൽ ഞാൻ കേറൂല, ഞാൻ പുറത്തേക്കാന്ന്. അല്ല പറഞ്ഞ എനിക്ക് എനിക്ക് തോന്നുന്നു മിക്കവാറും ലക്ഷ്മി ക്യാപ്റ്റൻ ആകും കേട്ടോ ഇങ്ങനെയാണെങ്കിൽ. കാരണം ലക്ഷ്മി ക്യാപ്റ്റൻ ആയി കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിക്കാൻ മതി, ലക്ഷ്മി വീണ്ടും അവിടെ ഒരാഴ്ച കൂടെ സേവ് ആവും. അല്ലെങ്കിൽ ലക്ഷ്മിയൊക്കെ അടുത്ത ആഴ്ച പുറത്തു പോകാൻ ചാൻസ് ഉള്ള ആളാണ്. ഈ പുറത്തു പോകാൻ ചാൻസ് ഉള്ള ആൾക്കാരെ പിടിച്ച് എന്തിനാണ് ഹൗസ് മേറ്റ്സ് തന്നെ സേവ് ആക്കി വെക്കേണ്ടത്? വല്ല ആവശ്യം അതിനകത്ത് ഉണ്ടോ? എന്തായാലും നമുക്ക് നോക്കാം. അടുത്ത ആഴ്ച ബിന്നി ബിന്നി അടുത്ത ആഴ്ച നോമിനേഷന് വരാനുള്ള ചാൻസ് ഉണ്ട്. കാരണം എനിക്ക് തോന്നുന്നു അനീഷും ഷാനവാസോ ഇവര് തന്നെ ബിന്നിനെ പിടിച്ച് നോമിനേഷനിലേക്ക് ഇടാനുള്ള ചാൻസസ് കാണുന്നുണ്ട്. ഇനിയിപ്പോ രണ്ടുപേരും ഇപ്പൊ എവിക്റ്റായി. ഒണിയിൽ എവിക്റ്റായി, ജിസയിൽ എവിക്റ്റായി. ഇനി 10 പേരാണ് ഹൗസിനകത്തുള്ളത്. ഇനിയെങ്കിലും അവരുടെ ഗെയിം ഒന്ന് ടൈറ്റ് ആയി കഴിഞ്ഞാൽ നല്ലതായിരിക്കും. പ്രത്യേകിച്ച് സാബുമാനെ പോലെ മജീഷ്യൻ അതിനകത്ത് നിൽക്കുമ്പോഴത്തേക്ക് മാൻഡ്രക്കാണ് സാബുമാൻ ഈ സീസണിനകത്ത്. ഞാൻ വീണ്ടും അല്ലേ, കാരണം ആര് പുറത്താവും സാബുമാൻ പുറത്താവൂല. അത് വെറുതെ ഇരുന്ന വോട്ട് കിട്ടുമല്ലോ. അവന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും വീണ് കേട്ടിട്ടുണ്ടോ? അവനൊന്നും പറയത്തുമില്ല, ക്യാമറയിലൊട്ടും കാണിക്കത്തുമില്ല അവനെ. എന്നിട്ടും സത്യം ഇന്ന് എന്തോ പറഞ്ഞപ്പോൾ ഞാൻ സാബുമാനോട് പറഞ്ഞതെന്നോ അങ്ങനെ എന്തോ പറഞ്ഞു. ജസ്റ്റ് അത് ജയിൽ നോമിനേറ്റ് ചെയ്തപ്പോഴത്തേക്കും സാബുമാൻ പറഞ്ഞു ഞാൻ കൊടുക്കുമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് കൊടുക്കാൻ എന്താണെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് സാബുമാൻ പറഞ്ഞു അല്ല ഞാൻ നോമിനേഷൻ കൊടുക്കുവാണ് എന്നൊരു സാധനം അടിച്ചത്. ലക്ഷ്മി എന്തോ സംസാരിച്ചത്, ഞാൻ സാബുമാനോടോ സംസാരിച്ചതെന്നോ. സാബുമാനെ എന്ത് സംഭവം അറിയോ? ആഴ്ച 5 ദിവസങ്ങൾ 5 ഡേയ്സ് ഇല്ലേ, 5 ഡേയ്സിൽ സാബുമാൻ ഓരോ വാക്കുകൾ വെച്ച് പറയും. അതായത് ഒരു വീക്കിൽ സാബുമാന് ടോട്ടൽ 5 വാക്കുണ്ടാവും. ഈ 5 വാക്കുകൊണ്ട് ഓരോ എപ്പിസോഡ് ഒറ്റ വാക്ക് അല്ലെങ്കിൽ ഒരു ലുക്ക്
ഒരു ചിരി, ഒരു ലുക്ക്, ഒരു വാക്ക്. പിന്നെ ഇതാണ് റെഗുലർ ആയിട്ട് അവൻ ചെയ്യുന്നത് ഡാൻസ്. അത് ചെയ്യും. അല്ല ഇത് ഇങ്ങനെയൊക്കെ നിന്ന് കഴിഞ്ഞാൽ ബിഗ് ബോസിൽ നിന്ന് പോകുന്നതാണെങ്കിൽ അടുത്ത വർഷം ഇതേപോലെ 10 പേരെ കേട്ടോന്ന് ഞാൻ പറയുന്നത്. അപ്പൊ ബിഗ് ബോസ് എന്ത് രസമായിരിക്കും നല്ല ചോദിക്കേ. നമ്മള് രാവിലെ തൊട്ട് ലൈവ് കാണുമ്പോഴത്തേക്ക് ആരും ഒന്നും മിണ്ടുന്നില്ല. അതെ. ഇപ്പൊ അമൽനീരത്തിന്റെയും പഴയ ഷാജി കൈലാസിന്റെ സിനിമയാണെന്നുണ്ടെങ്കിൽ അല്ലെ, ഇനി അടൂർ ഗോപാലകൃഷ്ണന്റെ സിനിമയായിട്ട് ബിഗ് ബോസ് ഹൗസിനെ മാറ്റാൻ വേണ്ടി പറ്റും. നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ആ ലൈവ് ഒക്കെ ഡൗൺലോഡ് ചെയ്തിട്ട് ഓസ്കാറിന് അയക്കണം. പുതിയ മൂവിയാണെന്നും പറഞ്ഞിട്ട് പുതിയ സിനിമ. അതെ, കഥയില്ലായിരിക്കും ആ സിനിമയ്ക്കകത്ത്, കഥയില്ലാത്ത സിനിമയായിരിക്കും. എനിവേ, എന്തായാലും ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് സാബുമാൻ അവിടെ നിൽക്കുന്ന സ്ഥിതിക്ക് ഇനി ഞാൻ പറയുന്ന സാബുമാൻ ടോപ്പ് 5 കയറുമെന്ന് ഞാൻ പറയുള്ളൂ. കേറട്ടെ, എന്തായാലും ഇത്രയായി, ടോപ്പ് 5 കയറട്ടെ. അനീഷിനും ഷാനവാസൊക്കെ എവിക്റ്റ് ആയിട്ട് സാബുമാനെ കപ്പടിച്ച് എന്തായിരിക്കും അവസ്ഥ? സാബുമാനെ ചെന്ന് പറഞ്ഞപ്പോൾ ഡയലോഗ് കാണിച്ചില്ലടാ, ഞാൻ ഇവിടെ പറഞ്ഞോട്ടെ. പറഞ്ഞു സാബുമാന്റെ അടുത്ത് പറഞ്ഞു, മോനെ നിന്നെ കാണാൻ നല്ല രസമുണ്ടടാ, നിന്റെ ചിരി സൂപ്പറാ, 5 സ്റ്റാർ ചിരിയാണ്ടാ, നല്ല പൂമ്പഴം പോലത്തെ ചെറുപ്പം. അങ്ങനെ പറഞ്ഞല്ലേ? ഓ, പക്ഷെ ഇനി ഫിനാലെ വരാൻ ചിരിച്ചോണ്ടിരിക്കും. നല്ല പൂമ്പഴം പോലത്തെ ചെറുക്കണം എന്ന് പറഞ്ഞു. അതെന്തെന്ന് മനസ്സിലായോ? പഴച്ചിരിയാണെന്ന് എനിക്ക് മനസ്സിലായി, പക്ഷെ അവന് മനസ്സിലാകത്തില്ലല്ലോ. അതെ. ഹൗസ് മേറ്റ്സ് അവന്റെ പറഞ്ഞായിരുന്നു സാബുമാന്റെ ചിരി സൂപ്പർ ആണെന്ന്. അന്ന് തുടങ്ങിയ ചിരിയാണ്. ഫാമിലി ഇപ്പൊ ഫാമിലി വീക്ക് വന്നപ്പോ ഫാമിലി ആൾക്കാരും പറയുന്ന ചിരിയാണ്. അപ്പൊ സാബൻ വിചാരിക്കും എന്റെ ചിരിക്ക് ഇത്രയും ഫാൻസ് ആണ്, ചിരിക്ക് ഫാൻസ് ആണെങ്കിൽ അവൻ ചിരിച്ചോണ്ടിരിക്കും. എന്തായാലും അതെ. അപ്പൊ എന്തായാലും സാബുമാൻ ഒരു വലിയൊരു മജീഷ്യൻ ആണെന്ന് വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് സാബുമാൻ 2 ആൾക്കാരെ പുറത്താക്കി സാബുമാൻ വീണ്ടും അകത്ത് സേഫ് ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഇത്രയൊക്കെ ഉള്ളു അല്ലേ? ഇനിയിപ്പോ ലാലേട്ടന്റെ വീക്കെൻഡ് എപ്പിസോഡ് വരട്ടെ. ഇന്നത്തെ ടെടി ഓക്കേടാ. ബൈഡി.